ശ്രീകൃഷ്ണൻ തോൽപ്പിക്കാത്ത ജരാസന്ധൻ ആരാണ്? ഭഗവാനായ മാധവനെ തൊട്ടിട്ടും പ്രാണികൾ അഗ്നിയിൽ വീണ് എരിയുന്നത് പോലെ നശിക്കപ്പെടാതെ ജരാസന്ധൻ എങ്ങനെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു? അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയും ഊർജവും എവിടുന്നാണ് ലഭിക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, മഗധയിലെ രാജാവായ ബൃഹദ്രഥൻ, വീരനും പരാക്രമശാലിയുമായ ബൃഹദ്രഥൻ വിവാഹം ചെയ്തത് കാശി രാജാവിന്റെ പുത്രിമാരായ ഇരട്ട സഹോദരികളെയാണ്. ഒരു വ്യത്യാസം കൂടാതെ രണ്ടുപേരെയും ഒരുപോലെ കാണുമെന്ന് ബൃഹദ്രഥൻ അവർക്ക് വാക്കു നൽകിയിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. പക്ഷെ ബൃഹദ്രഥന് മക്കളില്ല. ഒരിക്കൽ മഗധയിലെത്തിയ ചണ്ഡകൗശികൻ എന്ന മുനി ബൃഹദ്രഥന്റെ ശുശ്രൂഷയിൽ മനസ്സ് നിറഞ്ഞതിനു ശേഷം വരം ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. ബൃഹദ്രഥൻ നേരിട്ട് വരങ്ങളൊന്നും ചോദിക്കുന്നില്ല. പകരം അദ്ദേഹം പറഞ്ഞത് തന്റെ കാലം കഴിയാറായി, ഇനി തനിക്ക് രാജ്യവും വരവും കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ചണ്ഡകൗശിക മുനി ധ്യാനിച്ച് ഒരു മാമ്പഴം ബൃഹദ്രഥന് നൽകുകയാണ്. ആ മാമ്പഴം ബൃഹദ്രഥൻ തുല്യ പകുതികളായി മുറിച്ച് രണ്ട് ഭാര്യമാർക്കുമായി നൽകുന്നു. അവർ രണ്ടും പിന്നീട് ഗർഭം ധരിക്കുകയും പിന്നീട് പ്രസവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരേ ശരീരത്തിന്റെ രണ്ട് ലംബമായ പകുതികളെയാണ് രണ്ട് സ്ത്രീകളും പ്രസവിച്ചത്. ലാസിമർ ഈ രണ്ട് ശരീരങ്ങളും പൊതിഞ്ഞെടുത്ത് ഉപേക്ഷിക്കുന്നു. ഇത് കണ്ടു നിന്ന മാംസം ഭക്ഷിക്കുന്നവളായ ജര എന്ന രാക്ഷസി ഈ ശരീരം എടുത്തുകൊണ്ട് പോകുന്ന എളുപ്പത്തിനു വേണ്ടി കൂട്ടിച്ചേർത്ത് വെക്കുന്നു. ഈ ശരീരം പൂർണ്ണമായ ഒരു മനുഷ്യ ശിശുവായി മാറുകയാണ്. ശിശുവിന്റെ മേഘഗർജനം പോലെയുള്ള കരച്ചിൽ കേട്ട് രാജാവും പരിവാരങ്ങളും ഓടിയെത്തി. അപ്പോൾ ജര തന്റെ രാക്ഷസഭാവം വെടിഞ്ഞ് ഒരു ദേവതയുടെ രൂപം കൈക്കൊള്ളുകയാണ്. ഉണ്ടായ സംഭവങ്ങളെല്ലാം ജര ബൃഹദ്രഥനെ അറിയിക്കുന്നു. ഇത് അങ്ങയുടെ കുഞ്ഞാണ്, അങ്ങ് ഇതിനെ സ്വീകരിച്ചാലും എന്ന് ജര പറയുന്നുണ്ട്. ബൃഹദ്രഥൻ സന്തോഷത്തോടെ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. ജര യോജിപ്പിച്ചതുകൊണ്ട് ബൃഹദ്രഥൻ ആ കുട്ടിക്ക് ജരാസന്ധൻ എന്ന പേര് നൽകുന്നു.